നാളെ നാളെ നീളെ നീളെ എന്ന് കേട്ടിട്ടില്ലേ ഫ്രണ്ട്സ്? അതാണ് എനിക്കിപ്പോൾ സംഭവിച്ചത്. അതായത് നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര നാളായല്ലേ? കഴിഞ്ഞ കൊല്ലം ബൈ ലാസ്റ്റ് വീഡിയോ ആണേന്നൊക്കെ പറഞ്ഞ് പോയ ഞാനാ പിന്നെ വരുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും എവിടെയായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് കാണും അല്ലേ? എന്നാലേ ജീവിച്ചിരിക്കുന്നുണ്ടെന്നേ. 1-ാം തീയതി മുതൽ ഇന്ന് വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ 11-ാം തീയതി ആയി. ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടാൻ സാധിച്ചത്. അപ്പോൾ എന്നാൽ നാളെ ആവട്ടെ, ഇന്ന് റെഡിയല്ല, ക്ഷീണം, എന്നാൽ പിന്നെ നാളെ ആവട്ടെ, അങ്ങനെ പറഞ്ഞ് ഫൈനലി ഇന്നിവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വൈകിയ വേളയിലാണെങ്കിലും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. നാളെ നീളെ അല്ലെങ്കിൽ ഗണപതി കല്യാണം പോലെ നാളെ നീളെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. അതായത് പ്രോക്രാസ്റ്റിനേഷൻ. എന്താണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അതായത് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നാളെ നീളെ പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ നീട്ടിവെക്കുന്നത്, നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഡിലേ ചെയ്യിപ്പിക്കുന്നത്? ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും, ഒരു ചെറിയ സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ലാക്ക് ഓഫ് സ്ട്രക്ചർ കാരണമായിരിക്കും. ഒരുപാട് പണികൾ വരുമ്പോൾ നമുക്കത് മെറ്റിക്കുലസ് ആയിട്ട് നമ്മുടെ പണികൾ എല്ലാം ഓരോന്ന് ഇന്ന സമയത്ത് ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ മെറ്റിക്കുലസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം, അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്കില്ലാത്തത് കൊണ്ട് ഇപ്പം നാളെ ആയാലും ചെയ്യാം, എനിക്ക് മിറ്റടിച്ചിടണം, പിന്നെ നാളെ ആവട്ടെ, അപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഇത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, മറ്റന്നാളാവട്ടെ, അടുത്ത ദിവസം ആകുമ്പോഴേക്കും അയ്യോ നല്ലോണമായി, എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കാം, എനിക്ക് വയ്യ ഈ പണിയൊക്കെ കൂടെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നീട്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞ് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നീട്ടി വെക്കുക. അതാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇത് ഓവർകം ചെയ്യാൻ വല്ല വഴിയുണ്ടോ? വഴികൾ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു അല്ലേ? ഞാനപ്പോൾ ഒരു 15 വഴികളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇത് എനിക്കും കൂടെ ഉള്ളൊരു പാഠമാണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോ കണ്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ടാസ്ക്കാണുള്ളതെന്ന് വിചാരിക്കും. വലിയൊരു മുറ്റം, ഫോർ എക്സാമ്പിൾ വലിയൊരു മുറ്റം നമുക്ക് അടിച്ചു വരാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ഇറ്റ് ഇൻ ടു സ്മോളർ ടാസ്ക്. വലിയൊരു ടാസ്കിനെ കുഞ്ഞു ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് തന്നെ ഈ വലിയ മുറ്റത്തിന് ഒരു ഭാഗം, മുന്നിലെ ഭാഗം ആയിട്ട് കുറച്ച് ഭാഗം, ബാക്കിലെ ഭാഗം വേറെ, അപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ പണി കുറഞ്ഞില്ലേ? പകുതി കുറഞ്ഞ് കിട്ടിയില്ലേ? അപ്പോൾ ഒരു ദിവസം മുന്നിലടിക്കുക, ഒരു ദിവസം പിന്നിലടിക്കുക, പണി ഓവർ. സോ സിമ്പിൾ. ഇപ്പോൾ മുന്നിൽ തന്നെ വലിയ മുറ്റമാണെങ്കിൽ അതിന് 2 ഭാഗമാക്കുക. ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കയറി വരുന്ന നല്ലൊരു ഭാഗം, അത് നമുക്ക് നല്ലോണം വൃത്തിയാക്കി ഇടാം. അത് ഡെയിലി അടിച്ചു വാരുക. മറ്റേത് 1 വെച്ച് അടിച്ചു വാരിയാൽ മതി എന്ന് വയ്ക്കുക. അങ്ങനെ നമുക്ക് ഈ വലിയ ടാസ്കിനെ, വലിയ ഭീമാകാരമായ പല്ലിയെ നമുക്ക് കുഞ്ഞായിട്ട് ഡിവൈഡ് ചെയ്ത് ടാസ്കുകൾ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവുമ്പോൾ നമ്മൾ പിന്നെയും ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രോക്രാസ്റ്റിനേഷൻ അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ ഫസ്റ്റ് വൺ, ഡിവൈഡ് യുവർ ടാസ്ക് ഇൻ ടു സ്മോളർ ടാസ്ക്. രണ്ടാമത്തെ കാര്യം, ഗോള് സെറ്റ് ചെയ്യുക. അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ വിചാരിക്കുക എന്തൊക്കെ, രാവിലെ എണീക്കുമ്പോഴല്ല, ആക്ച്വലി തലേ ദിവസം രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ വിചാരിക്കുക ഞാൻ എന്തൊക്കെ ഫിനിഷ് ചെയ്യണം, നാളെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കണം, ഫിനിഷ് ചെയ്യാത്ത എന്തൊക്കെ വർക്ക്സ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യാത്തൊരു മുറിയുണ്ട്, കുറേ കാലങ്ങളായിട്ട് നമ്മൾ അടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള മുറിയാണ്, പക്ഷെ അടിക്കുന്നില്ല. അപ്പം നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ ആലോചിക്കുക അതെന്തായാലും നാളെ എന്തായാലും എനിക്ക് ആ മുറി അടിച്ചു വാരണം, അറ്റ്ലീസ്റ്റ് ഒന്ന് അടിച്ചു വാരുക, നാളെ തുടയ്ക്കേണ്ട, മറ്റന്നാൾ നമുക്ക് തുടയ്ക്കാം, അപ്പോൾ ആ മുറി ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ അങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഗോള്, അതായത് നമുക്ക് ചെയ്യാൻ
സാധിക്കും എന്നുള്ളൊരു കാര്യം. അല്ലാതെ നാളെ തന്നെ ആ മുറി ഫുൾ അടിച്ച് വാരി, വീട് മുഴുവൻ അടിച്ച് വാരി ഞാൻ അങ്ങോട്ട് എല്ലാ ഭാഗവും തുടച്ച് മിനുക്കി അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള പറ്റാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക, അത് മാത്രം നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഗോള് സെറ്റ് ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ ജോലി. അടുത്തത് പിന്നെ എന്ത് ചെയ്യാം ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? അടുത്തത് നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്താ പറയുക, വലിയൊരു ടാസ്ക് നിങ്ങൾ ഇതുപോലെ അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗം, വലിയൊരു അസൈൻമെൻ്റ് ഉണ്ട്, അതിലൊരു കുഞ്ഞു ഭാഗം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഒന്ന് റിവാർഡ് ചെയ്യുക. റിവാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മിഠായി എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു TV ഷോ കുറച്ച് നേരം ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു പാട്ട് കേട്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ട് കിടക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാനാണ് ഇഷ്ടമെങ്കിൽ ഒരു പാട്ട് പാടുക. അപ്പം നിങ്ങൾക്ക് ഒരു റിവാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ഭയങ്കരമായിട്ട് ഉഷാറാക്കും, നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ചില കാര്യങ്ങളാണ് ഈ റിവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് തന്നെ പല സമ്മാനങ്ങളും കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങളല്ല ശരിക്കും റിയൽ ലൈഫിൽ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കുകയും നമുക്ക് തന്നെ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് ഈ ലോകത്തെ വളരെ മനോഹരമായ ഒരു ആചാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ കാര്യം, പുതിയ ആചാരങ്ങൾ ചെയ്യുക, അതായത് നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. ഏറ്റവും അടുത്തത് 15 കാര്യങ്ങളുണ്ട്. അടുത്തത് ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഫീൽ ചെയ്യുക, അതായത് ഫീൽ താങ്ക്ഫുൾ. അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ, താങ്ക് യു, ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ, താങ്ക് യു. ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഇറ്റ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവട്ടെ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അടുത്തത് ഞാൻ പറയുമ്പോൾ ചിലർ വിചാരിക്കണ്ടോ നടക്കുമോ എന്നറിയില്ല, ഇതൊക്കെ ഒരു തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണോ സയൻറ്റിഫിക്കലി എന്ന്. മെഡിറ്റേഷൻ നിങ്ങൾ വിചാരിക്കും മെഡിറ്റേഷൻ കൊണ്ട് ഒരു കാര്യമില്ല, പിന്നെ മെഡിറ്റേഷൻ കൊണ്ടല്ലേ കാര്യം ഉണ്ടാവുന്നത്. ബട്ട് ആക്ച്വലി മെഡിറ്റേഷൻ ന്യൂറോ സയൻസിൽ ഞാൻ ഒരു റിസർച്ചിൽ വായിച്ചതാണ്, ഇങ്ങനെ ഒരു സ്റ്റഡിയിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്കറിയില്ല, അതിനെതിരെ പ്രൂഫുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ആൻഡ് മെനി പീപ്പിൾ ഹാവ് പ്രാക്ടീസ്ഡ് ഇറ്റ് ആൻഡ് പലരും പ്രാക്ടീസ് ചെയ്ത് തെളിയിച്ചിട്ടുമുള്ള കാര്യമാണ്. അതായത് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യവും. പിന്നെ അത് ന്യൂറോ സയൻസിൽ പറയുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സാധനത്തിനെ അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ബ്രെയിൻ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെങ്കിൽ അപ്പം നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുകയും നമ്മുടെ ഈ കാര്യങ്ങൾ പതുക്കെ ഡിലേ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ പ്ലാനോടുകൂടി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്. നമ്മൾ ശരിക്കും നല്ലോണം എക്സർസൈസ് ചെയ്താലുണ്ടല്ലോ അത് നമുക്ക് നല്ലൊരു ഫോക്കസ് കൂട്ടാനുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് പറയപ്പെടുന്നത്. ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അടുത്തത് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറ്റ് നല്ല ആരോഗ്യ സമീകൃത ആഹാരം കഴിക്കുക, ആരോഗ്യപരമായിട്ടുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കുക. ജങ്ക് ഫുഡൊക്കെ കുറേ ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ, അതൊന്നും കാലറീസ് ബേൺ ചെയ്ത് പോകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റിയ, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ, ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരുന്ന സാധനങ്ങൾ, അതായത് ഇവിടെ വളരുന്ന പഴം, ഇങ്ങനത്തെ പച്ചക്കറികൾ എല്ലാം, ഇവിടുത്തെ മണ്ണിൽ വളരുന്ന പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നമ്മളവിടെ ജീവിക്കുന്ന സ്ഥലത്തെ, നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ മണ്ണിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്ത കാര്യം, അപ്പോൾ എട്ടാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ്. കൃത്യസമയത്ത് കിടക്കുക, കൃത്യസമയത്ത് എണീക്കുക, കൃത്യം ഒരു 8 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് സ്ലീപ്പ് നമ്മുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടി. അടുത്തത് നമുക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ,
വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ? നമ്മൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കല്ലേ, എൻ്റെ ചാനൽ കാണുന്നതൊക്കെ കുട്ടികളും കുട്ടികളുടെ പാരൻസും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കുറേ പഠിക്കാനുണ്ട്. പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അത് പഠിച്ച് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഞാൻ പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടി എന്ന് വിചാരിക്കുക, എന്ന് സ്വപ്നം കണ്ട് നടക്കുക. അപ്പോൾ ആ സക്സസ് കിട്ടാൻ വേണ്ടി നിങ്ങളറിയാതെ തന്നെ അതിലേക്ക് നിങ്ങൾ എഫേർട്ട് ഇട്ട് പോകും. അപ്പോൾ ഈ പിന്നെ ആവട്ടെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. നിങ്ങൾക്ക് തനിയെ അതിലേക്ക് എഫേർട്ട് ഇടാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിക്കും. ഓക്കെ, അപ്പോൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നീ അടിപൊളിയാണ്, നിന്നെക്കൊണ്ട് പറ്റും, നീ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ നെഗറ്റിവിറ്റീസൊക്കെ മാറിക്കിട്ടും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസിലൂടെ പോസിറ്റീവായിട്ട് ഇങ്ങനെ നമുക്ക് ആ വൈബ് കിട്ടിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് വൈബ്സ് കിട്ടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ 9 അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്ഫുൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണിത് മാറ്റി വയ്ക്കണമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോൾ എന്തിനത് ഇപ്പോൾ ഇങ്ങനെ നീട്ടി വെക്കണം, എന്താ ആക്ച്വലി എൻ്റെ പ്രശ്നം, എന്തിപ്പോൾ ഞാൻ കണക്ക് പഠിക്കാത്തത്, ഞാൻ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കണം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. എന്താണ് കാരണം എന്ന് നിങ്ങൾ എഴുതി വെക്കുക. എനിക്ക് മാത്സ് എന്തുകൊണ്ട് ഇഷ്ടമല്ല, എനിക്ക് അതിലിഷ്ടമുള്ള വിഷയങ്ങൾ എന്താണ് എൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്നൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ടാണല്ലോ നിങ്ങളത് നീട്ടി വെക്കുന്നത്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക. ഇപ്പോൾ കണക്ക് ഇഷ്ടമല്ല, കാരണം എന്താണ്, ആ ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടു, അതാണ് കാര്യം. അപ്പോൾ ആ ടീച്ചറോടൊന്നും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നെ കണക്കിനോട് ഒരിക്കലും പിന്നെ ദേഷ്യം തോന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ വല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തിനാണ് നിങ്ങൾ മാറ്റി വയ്ക്കുന്നത്, എന്താണ് റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. അടുത്തത് ടൈം ബോക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 11ാമത്തെ എത്തി. ടൈം ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെ അതായത് 10 മണി മുതൽ 11 മണി വരെ ഞാൻ ഇന്ന കാര്യം ചെയ്യും, 11 മണി മുതൽ 12 മണി വരെ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ സമയത്തിന് സ്ലോട്ട് ചെയ്ത് കൊടുക്കുക. ടൈം ബോക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ബോക്സിനകത്ത് ആ സമയം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന കാര്യം. അപ്പോൾ ആ കാര്യം മാത്രം ചെയ്യുക. 10 to 11 ഞാൻ ഇപ്പോൾ കുക്കിംഗ് മാത്രം ചെയ്യും, 10 to 11 കുക്കിംഗ് മാത്രം ചെയ്യുക, വേറെ ഒന്നിനും ഇടപെടണ്ട. നിങ്ങൾ തന്നെ ടൈം ബോക്സ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉണർന്നിരിക്കുന്ന 12-13 മണിക്കൂർ സമയത്തെ നിങ്ങൾ തന്നെ ടൈം ബോക്സ് ചെയ്ത് വെക്കുക. ഇത്ര സമയം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇത്ര സമയം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴും കുറേ സമയം ബാക്കിയുണ്ടാവും. നമ്മൾ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ടൈം ബോക്സ് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലണ്ടേഴ്സ് യൂസ് ചെയ്യുക, ടു ഡു ലിസ്റ്റൊക്കെ യൂസ് ചെയ്യുക. അതായത് കാലണ്ടറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതി വെക്കുക, ഇന്ന ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് ഈ കാലണ്ടർ യൂസ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഇന്നെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ കാലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 10th വരെ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു. എൻ്റെ ഈ കമ്മലൊക്കെ നിങ്ങൾ കണ്ടോ, ഇതൊരു വലിയ കഥയാണ് ഇതിന് പിന്നിൽ. അതായത് ഞങ്ങളുടെ കോളേജിൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഒരു ക്രാഫ്റ്റ് മഹോത്സവം നടന്നു. അതായത് ക്രാഫ്റ്റിൻ്റെ ഡെമോൺസ്ട്രേഷനും അവർ ചട്ടി ഉണ്ടാക്കാൻ, പിന്നെ ഇത് ഇങ്ങനത്തെ മരം കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ, കാർവിങ് കാര്യങ്ങൾ, പിന്നെ ഇതിൽ പെയിൻറ്റ് എഴുതിയിരിക്കുന്നുണ്ടോ, അത് അക്രലിക് പെയിൻ്റാണ്. അപ്പോൾ പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു 5 ക്രാഫ്റ്റുകൾ പഠിപ്പിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോട് കൂടി നടത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അവിടെ അവർ വന്ന് ചെയ്തൊക്കെ തന്നു. അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്താണിത്. അപ്പോൾ ആ ചേച്ചിക്കും ഇത് ചെയ്തു തന്ന, ഈ കമ്മൽ ചെയ്തു തന്ന മരത്തിൻ്റെ ആ ഒരു ചേട്ടനുണ്ട്, വിജയൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടനും ഇത് വർക്ക് ചെയ്ത് തന്ന വസുന്ധര എന്ന് പറയുന്ന ചേച്ചിയാണ് അക്രലിക് പെയിൻറ്റിങ് ചെയ്തു തന്നത്. ആ ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ 2 പേരോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നു. എന്തായാലും ഈ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ അവർ
കിടുക്കളാട്ടോ. അവർ മാത്രമല്ല, അന്ന് കഴിഞ്ഞ ദിവസം വന്ന ബാംബൂൻ്റെ ചെയ്യുന്നവരും ഒക്കെ കിടൂന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ വെച്ച് അവർ എംബ്രോയ്ഡറി ചെയ്യുന്നവർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെന്താ പറയുക, എനിക്കില്ലാതെ പോയല്ലോ, എനിക്ക് ഈ കലയൊന്നും ഇല്ലാണ്ട് പോയല്ലോ, എന്നൊക്കെ എന്തിനു കൊള്ളാം എന്ന് നമ്മൾ അറിയാണ്ട് ചിന്തിച്ചു പോയി. പക്ഷെ ഞാൻ കലമൊക്കെ ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു, അത്യാവശ്യം കുളമായി. അങ്ങനെയൊക്കെ പറ്റണ പോലെയൊക്കെ ഇടപെട്ട് 3 ദിവസം അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്താണിത്. അപ്പോൾ ഞാൻ ആ 10-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ കാലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10-ാം തീയതിക്ക് ശേഷം എന്തായാലും ഞാനിത് ചെയ്തിരിക്കും, എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരിക്കും. കാരണം ഇത് എനിക്കറിയാം ആ ദിവസങ്ങളിൽ ബിസിയാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരം വരുമ്പോഴേക്കും ക്ഷീണമാവും, നടക്കില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നെങ്കിലും ഇത് നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ജാനുവരി 1 മുതൽ തന്നെ ഞാൻ ബിസി ആയിരുന്നു. അങ്ങനെ കുറേ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ആയിട്ട് ബിസി തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് നടക്കാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കാലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലായി. അടുത്തത് റെഗുലറായിട്ട് ബ്രേക്ക് എടുക്കുക. വലിയൊരു വർക്കുണ്ട് നമുക്കെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താ പറയുക, വലിയൊരു ചാർട്ട്, നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ വലിയൊരു കാര്യം വരയ്ക്കാനുണ്ട്. ഒരു 5 ഹോംവർക്ക്, 5 ഡയഗ്രാംസ് വരയ്ക്കാനുണ്ട് നിങ്ങൾക്കെന്ന് വിചാരിക്കുക. ഇപ്പോൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, വർക്ക്ഷോപ്പിലൊക്കെ ഒരുപാട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനുണ്ടാവും, മെഷീൻ ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ 5 മെഷീൻസിൻ്റെ ഡയഗ്രാം വരയ്ക്കാനുണ്ടെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാമെന്നറിയോ, 5 എണ്ണം ഒറ്റയടിക്ക് വരയ്ക്കാൻ ഇരിക്കരുത്. ഒരെണ്ണം വരച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുക, ടേക്ക് എ ബ്രേക്ക്. നിങ്ങളെ കൊണ്ട് പറ്റില്ല, 5 എണ്ണം ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റില്ല. നമുക്കല്ലെങ്കിലും പഠിക്കാനിരുന്നാലും ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെഗുലറായിട്ട് ബ്രേക്ക് എടുക്കുക, ബ്രേക്ക് ചെയ്യുക. കുറേ നേരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പരീക്ഷ സമയത്ത് പോലും നമ്മൾ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾക്ക് പിന്നെ കയറാണ്ടാവും. നമ്മുടെ ബ്രെയിന് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഇത്ര സമയമുണ്ട്. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലർക്ക് കുറച്ചും കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുകളിൽ പോയി കഴിഞ്ഞാലൊന്നും നമ്മുടെ ബ്രെയിന് നിൽക്കൂല. പാവം, അതിനെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കല്ലേ. എന്നോട് പലരും പറയുന്ന പോലെ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ബ്യൂട്ടിഫുൾ മൈൻഡ് കാണാത്തവർ വേണമെങ്കിൽ കണ്ടോളൂ. അതായത് അയാൾക്ക് പറ്റാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് എടുത്തിട്ട് അവസാനം കൊളാപ്സ് ആവുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഞാൻ അതിലേക്ക് ചില സമയത്തേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഒരാവശ്യമില്ലാതെ വെറുതെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് കയറി എടുക്കുകയും, അതിപ്പോൾ യൂട്യൂബ് തന്നെ എനിക്കൊരു ചാനലും കൂടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് ഒരു ചാനലും കൂടിയുണ്ട്. അതുപോലെ ഞാൻ വേറെയും കുറേ ഇങ്ങനെ ഓൺലൈനായിട്ട് ടീച്ചിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഓഫ്ലൈനായിട്ട് ഇത് ഇപ്പോൾ ടീച്ചറായിട്ട് പോകുന്നുണ്ട്. അത് 9 to 4 അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള സമയത്താണ് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ കൂടാതെ ഒരു വീട്, ഒരു മകൻ ജിഷു, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ മൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമില്ലാണ്ടില്ല. അപ്പോൾ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ അത് ചെയ്യാം. ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കുക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഇടയ്ക്ക് തോന്നുക, അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്ന് വാട്സപ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാട്സപ്പ് നോക്കി തുടങ്ങിയാൽ എന്തായി, ഡിസ്ട്രാക്ഷനായി, ഫോക്കസ് പോവും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്ഷനാവും, ഫോക്കസ് പോവും, പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോക്കസ് കൂടാൻ വേണ്ടി അത് ചെയ്തേ തീരൂ നമ്മൾ. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ 15 എണ്ണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ നീളെയൊന്നും വേണ്ട. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ചെയ്യുക. ഗാന്ധിജി പറഞ്ഞത് ഓർമ്മയില്ലേ, നമ്മൾ നാളെ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നാളെ മരിച്ചു പോയാലോ, അപ്പോൾ ഇന്നേക്ക് അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ, എൻ്റെ പേര് ഷിജു. ഞാൻ ഒരു ലേണിംഗ് സ്കിൽസ് എഡ്യൂക്കേറ്ററാണ്, എൻജിനീയറാണ്, ടീച്ചറാണ് ബേസിക്കലി, പിന്നെ റൈറ്ററാണ്, ഓഥറാണ്, വോയിസ് ആർട്ടിസ്റ്റാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്,
പിന്നെ അത്യാവശ്യം നല്ലോണം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഗോ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിലൊക്കെ പറയുക, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ വന്നിട്ട് നമുക്ക് വാട്സപ്പിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Thank you.